വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മത്സരം നാളെ രാവിലെ പുലർച്ചെ 12:30 നടക്കാൻ പോവുകയാണ്. വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരം. രണ്ട് മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. രണ്ടും അഫ്ഗാനിസ്ഥാനെതിരെയാണ്. ആദ്യം തന്നെ നാളത്തെ മത്സരത്തെക്കുറിച്ച് പറയാം. നാളത്തെ മത്സരം അഫ്ഗാനിസ്ഥാനെയാണ് ഇന്ത്യ നേരിടുന്നത്. പറഞ്ഞ് നാക്കുളുകിയതാണ്. ഇന്ത്യ നേരിടുന്നത് അഫ്ഗാനിസ്ഥാനെതിരെയാണ്. 12:30 നാളെ പുലർച്ചെ 12:30 മത്സരം നടക്കുന്നത്. സൗദിയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് നടക്കേണ്ട മത്സരമാണ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച്. കാരണം എന്തോ സാങ്കേതിക തടസ്സം മൂലമാണ് മത്സരം സൗദിയിലേക്ക് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ വെച്ചായിരിക്കും മത്സരം ഏതായാലും നടക്കാനിരിക്കുന്നത്. നാളെ പുലർച്ചെ 12:30 എന്തുകൊണ്ടാണ് പുലർച്ചെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടൈം, അവരുടെ ഒരു 7:30 ഈ ഒരു സമയം 12:30 ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ നടക്കുന്നത്. ഏതായാലും രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് 26 ഈ മാസം തന്നെ. അതും അഫ്ഗാനിസ്ഥാനെയാണ് എതിരെയാണ് ഇന്ത്യ നേരിടുന്നത്. അത് ഹോം മത്സരമാണ്. 7 മണിക്കാണ് അത് മത്സരം നടക്കാൻ പോകുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഒഡീഷ ഭൂനഗർ വെച്ച്, അല്ലെങ്കിൽ ഒഡീഷയിൽ വെച്ചായിരിക്കും നടക്കുക, അല്ലെങ്കിൽ ബംഗളൂരു ശ്രീകണ്ഠീരവിൽ വെച്ചായിരിക്കും നടക്കാൻ സാധ്യത കൂടുതലും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇന്ന് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചാൽ, ഈ രണ്ട് മത്സരവും വിജയിക്കാൻ സാധിച്ചാൽ അത് പ്ലേ ഓഫിലേക്ക് കടക്കേണ്ട ഒരു വലിയൊരു കടമ്പ ഏകദേശം കടന്നതുപോലെയൊക്കെ തന്നെയാണ്. കാരണം 2 വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും മത്സരം കാണേണ്ടത് TV-യിൽ DD സ്പോർട്സിലായിരിക്കും. അതായത് ദൂരദർശൻ സ്പോർട്സിലാണ് TV-യിൽ ടെലികാസ്റ്റ്. അതുപോലെ തന്നെ ഫോണിൽ കാണേണ്ടവർക്ക് ആപ്പ് തന്നെ അത് ഫാൻ കോഡാണ്. ഫാൻ കോഡിൽ പെയ്ഡ് ആണെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ദൂരദർശൻ ചാനൽ നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് DD സ്പോർട്സ് ചാനൽ നമ്പർ നിങ്ങളുടെ DTH ആണ്, അല്ലെങ്കിൽ സൺ ആണെങ്കിൽ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.